मुझे खेलने हुआ है കോഴിക്കോട് ബേബിന്റെ അടുത്തുള്ള സ്ഥലം ഉണ്ടല്ലോ, അതൊന്ന് റെഡിയാക്കണം. അതൊന്ന് കൺഫേം ആക്കണം. പേപ്പറും കാര്യമൊക്കെ ശരിയാക്കാനുണ്ട്. പോകാൻ പറ. എന്ത് പേപ്പറ്? ഞാൻ പറയാം, ബാക്കി കാര്യങ്ങൾ നോക്കിയാൽ മതി. ശരി സാർ. ഓക്കെ ശരി സാർ. ഫോൺ എടുത്തോട്ടെ. ഓക്കെ. ഹലോ, ഷാനവാസാണോ? സാറ് വന്നിട്ട് ഇന്നലെ സാറ് വന്നേ ഉള്ളൂ. ഞാൻ സംസാരിച്ച് നോക്കാം. എനിക്ക് സാറ് മൊത്തം മാറിപ്പോയി. പൈസ ഇല്ല, ചെറിയ നമ്മളെ കമ്പനി വെച്ച് പറയാണ്. ഞാൻ സാറായിട്ട് ഞാൻ സംസാരിച്ച് നോക്കാം. പ്രതീക്ഷ ഒന്നും വേണ്ട. നീ എന്തായാലും വാ. സാറ് വിട്ടു നീ പൊടി അല്ലാതെ സാറ് വീട്ടിലേക്ക് നീ വീട്ടിലേക്ക് വാ. എവിടെ? നടക്കില്ല 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 നടക്കില്ല. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പറഞ്ഞതല്ലേ, ഇവിടെ കാര്യങ്ങളൊക്കെ മാറിയില്ലേ, ഇവിടെ നിയമങ്ങളൊക്കെ മാറിയില്ലേ? ഇല്ല, എന്റെ ഒരു സ്നേഹിതനായിരുന്നു. ജോലി എന്തെങ്കിലും കൊടുക്കുക. ജോലി നോക്കാം. വീട്ടിലൊക്കെ വളരെ കഷ്ടപ്പാടാണ്. എന്തെങ്കിലും ഒരു ജോലി ഞാൻ റെഡിയാക്കാം. ഏതുവരെ പഠിച്ച്? പെട്ടെന്ന് 7ാം ക്ലാസ് ആണല്ലോ. ഒന്നും പ്രശ്നമില്ലടോ, റെഡിയാക്കാം. ഇവന്റെ കഥ, ഇവൻ 7ാം ക്ലാസ്സും ഗുസ്തിയും കളിച്ചു പോകുന്ന ഇവൻ എവിടെ ജോലി? സാറെന്തെങ്കിലും തൂക്കും. നിങ്ങൾ ഓഫീസിൽ എന്തെങ്കിലും ചായ കൊടുക്കുന്ന ജോലി? എന്ത് ജോലി? പോകാൻ പറ. വേറെ പണിയൊന്നുമില്ലേ? സാരമില്ല, പോട്ടെ, ശരിയാവും. ഞാൻ പോയിട്ട് നല്ല ജോലി നോക്കുന്നുണ്ട്. സർക്കാർ എന്റെ കൈത്തരന്റെ കയ്യിലൊന്നുമില്ല. ഇത് ഞാൻ അവിടെ വെച്ചോ. അല്ല, ഇത് ഫുള്ളും വെച്ചോ. ഇത് വെച്ചോ, നന്നാവട്ടോ. എവിടാ? ഇവിടാ ഇവിടാ. ഇതാരായത്? എന്നാ പറ്റിയത്? ഒന്നും പറയണതില്ല, എല്ലാം പറ്റിപ്പോയി. ഇരിക്കേ. എന്നാലോ ഇരിക്കടാ. ഞാൻ ഇരിക്കാം. പറ. ബിസിനസ് എല്ലാം പൊളിഞ്ഞു. പിന്നെ നമ്മുടെ ആദ്യത്തെ ഈ അമ്പാവത്തിന് കിട്ടിയൊരു
കരയല്ല 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 കാര്യം പറ. അറിയല്ല സങ്കടമൊന്നുമില്ല. എല്ലാം പറ്റിപ്പോയി. എന്താ പറയാനാ വിധി. ഈ വീട് ഇപ്പൊ ഏതാ? ഇതൊക്കെ വാടക. മറ്റേ വീടോ? അത് ഞാൻ കൊടുത്ത് ആ എല്ലാം പോയി. സങ്കടമില്ല. ആ ആരുണ്ടല്ലോ ഇത്രയും കോടികൾ നഷ്ടപ്പെട്ട് എനിക്കങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് സാരല്ല ഒക്കെ റെഡിയാവും. പഠിച്ചോന്നാ വരുന്നത്. വീട് ഇത് വാടക മറ്റേ വീടിനെ കൊടുത്ത് എല്ലാം പോയി. കടങ്ങൾ എന്തെന്നോ നിങ്ങളെല്ലാം ബാക്കിയുണ്ട്. ബാക്കി. പിന്നെ പണ്ട് ഷാനവാസിലായിരുന്നോ അവിടെ നമ്മളെ നിരക്കി വിട്ടത്? ഒരു പയ്യൻ ഒരു പയ്യനല്ല, അവനിപ്പോ ഭയങ്കര മുതലാളിയാണ്. ഇപ്പൊ ലണ്ടനിലാണുള്ളത്. ഓർമ്മയുണ്ട്. ഒരുപാട് ബിസിനസ് കാര്യമൊക്കെ ഉണ്ട്. അതെ. അവന്റെ അടുത്ത് ഞാനൊരു കോൺട്രാക്ടും കാര്യമൊക്കെ ഉണ്ട്. അവനായിട്ട് നമ്മൾ ആലോചിച്ച് നോക്കിയാലോ? ദിലാവറെ പറ്റുകയാണെങ്കിൽ എനിക്കൊരു പണി വേണം. ഞാൻ സംസാരിക്കാം. അവരെന്തായാലും അടുത്ത മാസം വരുന്നുണ്ട്. എന്നൊരു പരിഗണിക്കണം. അങ്ങനെ നമുക്ക് ശരിയാക്കാം. ഒരു കാലത്ത് നിങ്ങളെ രക്ഷിച്ചല്ലേ, ഞാൻ റെഡിയാക്കും. എനിക്കെല്ലാം ഓർമ്മയുണ്ട്. പക്ഷെ പറഞ്ഞിട്ടെന്താ, ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശം. ഞാൻ റെഡിയാക്കും. ഒക്കെ ഞാൻ റെഡിയാക്കും. ഇൻഷാ അല്ലാഹ്. പഠിച്ചോനല്ലേ വലുത്. എന്നാ ശരി. ഓക്കെ ഓക്കെ, ഞാൻ പോട്ടെ. ഞാൻ പോയിട്ട് വരുന്നേ. ഓക്കെ. വാലേക്കും സലാം. ഇതാ ദിലാവറോ? ഇന്ന് എത്തിച്ചാലോ? പിന്നെ ഇതെല്ലാം സുഖം. പിന്നെ വേറെ വിശേഷം? വേറെന്ത് സുഖം, ഇങ്ങനെ പോന്നെ. പിന്നെ നമ്മുടെ ഒരു കക്ഷിയില്ലായിരുന്നോ മുമ്പ്, എന്താ ഒരു സേട്ടു? ഞാൻ കാര്യം പറഞ്ഞില്ലായിരുന്നോ? ഞാൻ ആ കൂടെയുള്ള ഒരു വിസ റെഡിയാക്കിയിട്ടാണ് പോകുന്നത്. അപ്പൊ മറ്റന്നാൾ നമ്മൾ എന്താക്കണോ, തിരിച്ച് പോണം. ആ മുപ്പതും കുട്ടിക്കും. അപ്പൊ നമ്മളെ അവിടെ തന്നെ കമ്പനി തന്നെ വർക്ക് ഉണ്ട്. അപ്പൊ നിങ്ങൾ രണ്ടാളും മറ്റന്നാള് പോകാനായിട്ട് ഒരുങ്ങിയോളൂ. വൈകുന്നേരം 3 മണിക്കാണ്. അപ്പൊ നിങ്ങള് ഒരു 12 മണിക്ക് എത്തിക്കോ, രണ്ടാളും കൂടി. പിന്നെ നമ്മുടെ ലഗേജ് കാണല്ലേ? ആ യെസ്, അതെ. മറ്റന്നാളെ എത്തും. ഓ ഇൻഷാ. ഓക്കെ ശരി. എന്നാ ഇറങ്ങല്ലേ? ഓക്കെ. എല്ലാവരും Thank you.